ജലാലായ റബ്ബേ, പ്രിയപ്പെട്ട ഹാഫിള് നഈം ഫൈസി പരലോകം സമ്പൂർണ്ണ സന്തോഷത്തിലാക്കണേ അല്ലാ. ഇതിന്റെയൊക്കെയും സവാബ സഹോദരന്റെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. വിവാഹം നിശ്ചയിച്ചതായിരുന്നു. അല്ലാഹുവേ, ഹൂറുല്ലീങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. وتأخير الصلاة إلى الممات دليل أن محياه قليل كما بين الأذان إلى الصلاة أذان المرء عند الطفل يأتي. ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുകയാണ്. എവിടെ ബാങ്കും ഇക്കാമത്തും നടന്നോ ഉടനെ നിസ്കാരമുണ്ടാവാറാണ് പതിവ്. എന്നാൽ ഇതാ ഈ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തു. നിസ്കാരത്തെ മരണത്തിലേക്ക് പിന്തിക്കുകയാ. മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു. ആളുകളെല്ലാവരും താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്ന് പള്ളിയിലെത്തി. എല്ലാവരുടെയും മുന്നിൽ വെച്ചു. നിസ്കാരത്തിനു പറഞ്ഞ സമയമായി. ആ സമയത്തൊരാള് മുന്നിൽ നിന്ന് ചോദിക്കുകയാണ്, എല്ലാരും കേറിക്കഴിഞ്ഞില്ലേ? എല്ലാരും കേറിക്കഴിഞ്ഞാൽ മുന്നിലേക്ക് വിവരം തരണം എന്നറിയും. അല്ലാതെ അതിനൊരു ബാങ്ക് ഇക്കാമത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതാ മയ്യത്ത് നിസ്കരിക്കാൻ പോവാണ്. സാധാരണ ഒരു തറാവീഹ് ആണെങ്കിൽ പോലും അസ്സലാത്തു ജാമിയ ഇതാ തുടങ്ങാണ്, എല്ലാരും വരിട്ടോ എന്നുള്ളൊരു വിളിയാളുണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ അങ്ങനത്തെ യാതൊരു വിളിയാളവും ഇല്ല. സഹോദര സഹോദരി, അന്ന് കൊടുത്ത ബാങ്കും ഇക്കാമത്തും ഇതാ ഈ നിസ്കാരത്തിനുള്ള ബാങ്കും ഇക്കാമത്തുമാണ്. ഇത് ദലീലുന്ന മഹിയാഹു ഖലീലു കമാ ബൈനൽ അദാനി ലസ്സലാത്തി. ബാങ്കും ഇക്കാമത്തും കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ. അതുപോലെയാണ് നിന്റെ ജീവിതമെന്ന വലിയ പാഠം പഠിപ്പിക്കുകയാണ്. അത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകണമേ അല്ലാ. അല്ലാഹു ആ ഒരു ബോധത്തോടെ ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ സ്വന്തം ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന ഉറപ്പുള്ളവർ ആരാ നമ്മളെ കൂട്ടത്തിലുള്ള? നമ്മൾ ഈ ധരിച്ച ഈ വസ്ത്രം നമ്മൾ തന്നെ അഴിച്ചു മാറ്റുമെന്ന് ഉറപ്പുള്ളവർ ആരാ ഈ കൂട്ടത്തിലുള്ളത്? പ്രിയങ്കരനായ ഹാഫിൽ നഈം ഫൈസിയെ കുറിച്ച് പറഞ്ഞല്ലോ. കൊല്ലങ്ങളോളം ബഹുമാന്യനായ സയ്യിദ് അലി ഉസ്താദിന്റെ അടുക്കൽ ഓതിപ്പടിച്ച പ്രിയപ്പെട്ട പൊന്നുമോൻ. ഇനി ഞാൻ ജാമ്യയിൽ നിന്ന് സനദ് വാങ്ങേണ്ട പൊന്നുമോൻ. വാപ്പയാണ് ആ സനദ് ഏറ്റുവാങ്ങിയത്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. നഈമിന് വേണ്ടി ദുആ ചെയ്തപ്പോ എൻ്റെ ഒരു ശിഷ്യന്റെ ശിഷ്യൻ കൂടിയാണ്. ശിഷ്യൻ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ. അല്ലാഹുവേ, ആ ബന്ധങ്ങളൊക്കെ ആഖിറത്തിലേക്ക് വലിയ സന്തോഷാക്കി കൊടുക്കണേ അല്ലാ. 10,000ങ്ങളുടെ ആമീനാണ് പടച്ചോനെ. ആ പൊന്നുമോനെ, അത് കേവലം 1, 2, 3 മജ്ലിസിൽ നിന്നൊന്നുമല്ല. എത്രയോ മജ്ലിസുകളിൽ ഉസ്താദുമാർ ആ പ്രിയപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്തു. ഈ ഒരു റൂട്ടിലായത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ കിട്ടിയത്. അല്ലാഹുവേ, ആ പൊന്നുമോന് ഭക്ഷണം കൊടുത്തവർ ഈ നാട്ടിൽ പലരുണ്ട് റബ്ബേ. കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉഖ്റവിയ ശുഹദാക്കളില്ല ഹാഫിളിനെ നീ ചേർക്കണേ പടച്ചോനെ. മതി, രക്ഷപ്പെടും മുഅ്മിനെ. നമ്മളെ മുന്നിൽ അവനൊരു അപകടം പറ്റി അവനായിട്ട് മരിച്ചുപോയി. പക്ഷെ സ്വർഗത്തിലേക്കാണ്ട് പാറിപ്പോയതല്ലേ. അവിടെ ഉണ്ടാവൂലേ, നമ്മളെ കാത്തിരിക്കൂലേ. നമ്മൾ നിരാശരാവണ്ട. കല്യാണമൊക്കെ നിശ്ചയിച്ചിങ്ങനെ കാത്തിരിക്കല്ലേ. അള്ളാഹു ഹൂറുല്ലീങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കട്ടെ. എല്ലാരും ആമീൻ പറയും. ഹൂറുല്ലീങ്ങളെ കൊണ്ട് അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഇനിയിപ്പൊ നമ്മളിൽ ഓരോരുത്തരുടെയും മരണം എങ്ങനെ എപ്പോഴാ അള്ളാഹു കണക്കാക്കിയെന്നറിയൂല. റാഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്തിൽ സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു ഈ മജ്ലിസൊക്കെ ഒരു കാരണാക്കി തരട്ടെ മുഅ്മിനേ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക, നമ്മളെ തറവാട് സ്വർഗാൻ. അവിടുന്ന് തൽക്കാലം ഒരു ചെറിയ ആവശ്യത്തിന് വന്നതാണ്. ആ ഒരു നിലയും വലിയും മാത്രം ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടാൽ മതി. അതിനപ്പുറം ഒന്നുമില്ല മുഅ്മിനേ.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ, ഞാൻ നിനക്ക് ഈ ദുനിയാവിന് മൊത്തത്തിലൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഞാനൊരു കാര്യം ഞാൻ എന്തിനാ പറയുന്നു അറിയോ? നമുക്ക് അള്ളാഹു തന്നെ ദുനിയാവ് അള്ളാഹ്ക്ക് വേണ്ടി കൂടെ ചെലവഴിക്കണമെങ്കിൽ, നാളെ പരലോകത്തിന്റെ റാഹത്തിന് വേണ്ടി കൂടി ചെലവഴിക്കണമെങ്കിൽ ഈ ഒരു ബോധം നമുക്കുണ്ടായേ പറ്റൂ. ദുനിയാവിനെ കുറിച്ചുള്ളൊരു സങ്കല്പം ഇതന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് പണം കൊണ്ട് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയൂല. അവസാനം പോകുമ്പോ എന്താ ഉണ്ടാവുക? نصيبك مما تجمع الدهر كله رداءان تدرج فيهما وحنوط نصيبك مما تجمع الدهر كله رداءان تدرج فيهما وحنوط. സഹോദരാ, കാലം മുഴുവനും ദുനിയാവിന്റെ പിന്നാലെ മാത്രം ലക്ഷ്യം വെച്ച് നീ ഓടി, അങ്ങനെ നീ സമ്പാദിച്ച ഒരുപാട് സമ്പത്തില്ലേ, അതിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നതെന്താ? കൊണ്ടുപോകുമ്പോൾ നിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ നസീബുക മിമ്മാ തജ്മഉ ദഹറ കുല്ലഹു റിദാഅനി തുദറജു ഫീഹി മാ വഹനൂതു. എന്താണ്ടാവാന്നറിയോ? നീ എത്ര വലിയ ടെക്സ്റ്റൈൽസിന്റെ മുതലാളിയാണെങ്കിലും 2 or 3 കണ്ടം തുണി ഉണ്ടാവും, ഇത്തിരി പരുത്തി ഉണ്ടാവും. ഇതല്ലാതെ എന്താണടി നിന്റെ ഖബറിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ കൂടെ ഉണ്ടാവുക? നീ ആള് വലിയ ടെക്സ്റ്റൈൽസിന്റെ മുതലാളിയാ, ഇഷ്ടം പോലെ തുണി ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല. കണക്കാക്കിയ 2 or 3 കണ്ടം തുണി അല്ലാതെ എന്തുണ്ടാവും? അതുകൊണ്ട് സഹോദരാ സഹോദരി, അല്ലാഹു തന്ന ദുനിയാവിന്റെ ഒരു ഭാഗം ആഖിറത്തിന്റെ സന്തോഷത്തിനായി നീക്കി വെക്കണമെങ്കിൽ ഈ ദുനിയാവിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ, അലാ ഉരീക ദുനിയാ, നിനക്ക് ഞാൻ ഈ ദുനിയാവൊന്ന് കാണിച്ചു തരട്ടെയോ? ആ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും ഉൾപ്പെടെ ദുനിയാവിനൊരു ഉദാഹരണം കാണിച്ചു തരട്ടെയോ? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു, അതേ നബിയെ, ദുനിയാവിനെ പറ്റിയ ഒരു ഉദാഹരണങ്ങൾ എനിക്ക് കാണിച്ചു തരി. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആലോചന ഉണ്ട്, റബ്ബേ, ദുനിയാവിന് എന്ത് ഉദാഹരണമായിരിക്കും മുത്ത് റസൂൽ എനിക്ക് കാണിച്ചു തരിക? ഉടനെ ഫഅഖദ ബിയദി, ഹബീബായ നബി തങ്ങൾ എൻ്റെ കൈ പിടിച്ചു. ഫഅതാനി വാദിയം മിൻ ഔദിയതി മദീന, മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്ക് മുത്തുനബി എന്നെ കൊണ്ടുപോയി. എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വാ ഞാൻ കാണിച്ചു തരാം. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ പറിച്ചവനെ, ദുനിയാവിനൊരു ഉദാഹരണം കാണിക്കാനാണല്ലോ ഈ കൊണ്ടുപോകുന്നത്, എന്തായിരിക്കും ഇപ്പൊ കാണിച്ചു തരാ? സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങൾ എൻ്റെ കൈ പിടിച്ച് മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയി. ഫഇദാ മുസ്ബല, സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ, ഹബീബനെ കൊണ്ടുപോയതൊരു കുപ്പത്തൊട്ടിയിലേക്കാണ്. മദീനയിലെ പല മാലിന്യങ്ങളും കൊണ്ടുവന്ന് ചൊരിയുന്ന ഒരു കുപ്പത്തൊട്ടിയിലേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ എന്നെ കൊണ്ടുപോയത്. ദുർഗന്ധം കൊണ്ടതിൻ്റെ അടുത്തേക്ക് പോകാൻ വയ്യ. അങ്ങനെ ചെന്ന് നോക്കുമ്പോ ഫീഹാ റൂസു ഉനാസിൻ വഅദിറാത്തുൻ വഖറഖുൻ വഇലാം. എന്താണ് അവിടെയുള്ളത്? ഒരുപാട് മനുഷ്യരുടെ തലയോട്ടികളുണ്ടതിൽ, അസ്ഥികളുണ്ടതിൽ, വളരെ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളുടെ കൂമ്പാരമാണതിൽ. ഹബീബായ നബി തങ്ങൾ അതിലേക്ക് ചൂണ്ടിക്കാണിച്ച് എന്നോട് പറഞ്ഞതാണ്, അബൂ ഹുറൈറ, ഹാദാ മസലുദ് ദുനിയാ, ഹലാലും ഹറാമും നോക്കാതെ ആഖിറത്തേക്കാൾ ദുനിയാവിന് പ്രാധാന്യം നൽകുന്ന ആളുകളുടെ ദുനിയാവിന്റെ ഉപമയാണിതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആഖിറത്തേക്കാൾ ദുനിയാവിന് വില കൽപ്പിച്ച് അള്ളാഹ്ക്ക് വേണ്ടി അവന്റെ ദീനിന് വേണ്ടി നന്മക്ക് വേണ്ടി ഒരു നയാ പൈസ പോലും കൊടുക്കാതെ ദുനിയാവിന് വേണ്ടി മരിക്കുന്ന മനുഷ്യന്മാരില്ലേ, അവരുടെ ദുനിയാവിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി കരുതണം. ഒമൽ മാലു വല്ലഹലൂന ഇല്ല വദാഇഉ വകുല്ലു വദീഇല്ല മഹാല തസായിലു. പണമൊക്കെ എന്നും നമ്മുടെ കയ്യിലുണ്ടാകുമെന്ന് കരുതണ്ട. ഇതൊക്കെ ഒരു താൽക്കാലിക സൂക്ഷിപ്പ് സ്വത്താണ് സഹോദര. ഇന്ന് കയ്യിലുണ്ടെങ്കിൽ നാളെ അത് ഉണ്ടാകണമെന്നില്ല. ഒമൽ മാലു വല്ലഹലൂന ഇല്ല വദാഇഉ. പണവും സമ്പത്തുമൊക്കെ ചില സൂക്ഷിപ്പ് സ്വത്തുക്കളാണ്. വകുല്ലു വദീഇല്ല മഹാല തസായിലു. സൂക്ഷിപ്പ് സ്വത്ത് അതെല്ലാ കാലൊന്നും കയ്യിലുണ്ടാവില്ല, അതൊക്കെ കണ്ട് നീങ്ങിപ്പോവും. പിന്നെ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ നന്മക്ക് വേണ്ടി കൊടുത്തിട്ടാൽ അതവിടെ ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ നമ്മളുടെ യഥാർത്ഥ തറവാട് സ്വർഗാണ്, അതാണ് നമ്മുടെ സ്വദേശം. അങ്ങട്ടെത്തണം, അതിന് നമ്മൾ ചില ഗുണങ്ങൾ ഉണ്ടാകണം. ഖുർആൻ പലയിടങ്ങളിൽ ആ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖംസത്തും മിൻ ഇലാമി അഹ്ലിൽ ജന്ന. 5 ഗുണങ്ങൾ സ്വർഗക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഏതൊക്കെയാണ് 5 ഗുണങ്ങൾ? ഏതൊക്കെയാണ് 5 ഗുണങ്ങൾ? 1 വജ്ഹുൻ ഹസനുൻ, പ്രസന്നമായ മുഖമാണ്. 2-മത്തേത് വഖൽബുൻ റഹീം, നല്ല കരുണയുള്ള ഒരു ഹൃദയമാണ്. 3-മത്തേത് വലിസാനുൽ ലതീഫുൻ റത്ബും മിൻ ദിക്രില്ലാഹ്, ദിക്റുല്ലാഹി കൊണ്ട് പച്ചയായ നാവാണ്. 4-മത്തേത് വജ്തിനാബുൽ മഹാരിമി, ഹറാമായ കാര്യങ്ങളിൽ നിന്നങ്ങ് വിട്ടു നിൽക്കലാണ്. 5-മത്തേത് വഖുലുഖുൻ ഹസനുൻ, സ്വൽസ്വഭാവമാണ്. ഈ ഒരു 5 ഗുണം ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 1 വജ്ഹുൻ ഹസനുൻ, പ്രസന്നമായ ഒരു മുഖം. നമ്മൾ പറയാറുണ്ടല്ലോ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നൊക്കെ പറയാറില്ലേ. മുഖം, പ്രസന്നമായ മുഖം. പ്രസന്നമായ മുഖം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന, അവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു മുഖം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവമാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെയും നീ നിസാരായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുലീഖ്. അതേ, നിന്റെ കൂട്ടുകാരന്റെ മുഖം കാണുമ്പോ, സഹോദരി നിന്റെ കൂട്ടുകാരിയെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ച് അഭിസംബോധനം ചെയ്യലാണെങ്കിൽ പോലും അതൊരു മഅറൂഫാണ്, അതൊരു സദഖയാണ്. നിസാരാക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുഞ്ചിരിയിലൊന്നും ആരും പിശുക്ക് കാണിക്കരുത്. മുഖം എപ്പോഴും വീർപ്പിച്ചിരിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഭാര്യ ഭർത്താവിനോട് എന്തോ പറഞ്ഞു, അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ പേരിൽ പിന്നെങ്ങനെ മണിക്കൂറുകളോളം മുഖം വീർപ്പിച്ചിരിക്കുക ശരിയല്ല. ആ വീട്ടിൽ റഹ്മത്ത് ഇറങ്ങൂല. ഭർത്താവിനോട് ഭാര്യ എന്തോ എന്ന് പറഞ്ഞു, അതവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല, അതോടുകൂടെ പിന്നെ മുഖം വീർപ്പിച്ചു. പിന്നെന്ത് ചോദിച്ചാലും മിണ്ടില്ല. പിന്നെ കുറച്ച് ദിവസത്തേക്കല്ലേ, കുറച്ച് നേരത്തേക്ക് ആ ഒരു ഗൗരവത്തിൽ അങ്ങനെ നിൽക്കുക ശരിയല്ല. മനുഷ്യൻ അവന്റെ ഹൃദയത്തെ വിശാലമാക്കണം, മുഖം പ്രസന്നമായിരിക്കണം. മുഖം പ്രസന്നമായിരിക്കുന്നവർക്ക് മനസ്സിൽ നിന്ന് ടെൻഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിന്റെ പ്രശ്നങ്ങൾ, ടെൻഷനുകൾ, അസ്വസ്ഥതകൾ തീരാനുള്ള വെള്ളത്തിൽ ഉപ്പ് ഉരുകുന്നത് പോലെ ടെൻഷൻ ഉരുകാനുള്ള വഴിയാണ് പറയുന്നത് മുഖപ്രസന്നത. അങ്ങനെയാണ് സഹോദര സഹോദരി, ഗമ്മും ഹമ്മും മനസ്സിന്റെ ടെൻഷനുകൾ, ക്ലേശങ്ങൾ, അതെല്ലാം യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിലെ ഉപ്പ്
ഉരുകുന്നത് പോലെ ടെൻഷനുകൾ ഉരുകിത്തീരുന്നതാണ് മുഖം പ്രസന്നമായിരുന്നാൽ. അള്ളാഹു ആ ഒരു ഗുണം നമുക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, ഒരു മുഅ്മിനെ കാണുമ്പോൾ സലാം പറയാ യോഗ്യനാണെങ്കിൽ ഒന്ന് മുഖപ്രസന്നതയോടുകൂടെ ആ കൈ പിടിച്ച് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള ഈ ഒരു വാക്ക് പറയലോടുകൂടെ എത്ര റഹ്മത്താ നമുക്ക് കിട്ടുന്നത്, എത്ര മഗ്ഫിറത്താ നമുക്ക് കിട്ടുന്നത്. എന്തിനാണ് അതൊക്കെ നഷ്ടപ്പെടുത്തുന്നത്? ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മനുഷ്യരുമായുള്ള ബന്ധങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യം അള്ളാഹുവിന്റെ ദീനിലുണ്ട്. അതൊരുപാട് കൂലി കിട്ടാൻ കാരണമാകുന്ന കാര്യം അള്ളാഹു ആക്കിയത് അതുകൊണ്ടാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ശ്രദ്ധിക്കണം, ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. സ്ത്രീകൾ പരസ്പരം, പുരുഷന്മാർ പരസ്പരം കണ്ടാൽ സലാം പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലിയ സംഗതിയാണ്, അത് ചെറുതല്ല. ഞാനിത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് മുഅ്മിനീങ്ങളെ. അള്ളാന്റെ 100 റഹ്മത്താണ് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന്റെ കൈപിടിച്ച് സലാം പറയലോടെ, അതിന് സലാം മടക്കലോടുകൂടെ അവർക്കിടയിൽ ഇറങ്ങുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നൽ മുഅ്മിന ഇദാ ലഖിയ അഖാ ഫസാഫഹു ഫസല്ലമഹു നസലത് ബൈനഹും മിഅതു റഹ്മാ. ഒരു മുഅ്മിൻ തന്റെ സഹോദരനെ കണ്ടുമുട്ടി സലാം പറയാൻ അയാൾ യോഗ്യനാണ്. അവനോട് സലാം പറഞ്ഞു, അതിനയാൾ സലാം മടക്കി കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തു. ഇതാ ഈ ഒരു കാര്യം കൊണ്ട് നസലത്ത് ബൈനഹും മിഅതു റഹ്മാ, റബ്ബിന്റെ 100 കാരുണ്യമാണ് അവർക്കിടയിൽ ഇറങ്ങുന്നത്. അള്ളാന്റെ കാരുണ്യം ആവശ്യമില്ലാത്തവരാരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? അള്ളാന്റെ റഹ്മത്ത് ആവശ്യമില്ലാത്തവരാരാ ഉള്ളത്? മുത്ത് റസൂൽ എന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും നിങ്ങളെ അമലുകൊണ്ട് നേരാണ്ട് സ്വർഗത്തേക്ക് പോകുന്നു വിചാരിക്കണ്ട. അമലുകൊണ്ട് നേരാണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നു വിചാരിക്കണ്ട. ഒരാളും അയാളെ അമല് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂല. അപ്പൊ സഹാബികൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളോ? നബിയെ നിങ്ങളോ? നിങ്ങളും അമല് കൊണ്ട് സ്വർഗത്തിലെത്തുകയില്ലേ? ഹബീബായ നബിയുടെ അമലിനെ കുറിച്ച് സഹാബികൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ആ നിലയിൽ അവര് മുത്തുനബിയോട് ചോദിച്ചത്. ആട്ടപ്പാതിരക്ക് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് ആ നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ട് കാലാകെ നീര് വന്ന് വീർത്ത് കെട്ടി റസൂൽ അങ്ങനെ വിഷമിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, അല്ല നബിയെ എന്തിനാണിതൊക്കെ? ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലങ്ങൾ ചെയ്തതും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യാണ്ടെങ്കിൽ അതും എല്ലാം അല്ലാഹു മാപ്പാക്കി തന്നിട്ടില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ത്യാഗം സഹിക്കുന്നത് നബിയേ? ഇത് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ മറുപടി ആയിഷ, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ? ഇതാണ് നബിയുടെ അമലിന്റെ അവസ്ഥ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കലൊരു സന്തോഷ വാർത്ത കിട്ടിയപ്പോ നബിയോട് അത് പറയണമെന്ന് കരുതി ഞാൻ വേഗം റസൂലുള്ളാഹിനെ തെരഞ്ഞു ചെന്നു നോക്കുമ്പോ റസൂലുള്ള ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് ആരോ എന്നോട് പറഞ്ഞു. ഞാൻ വേഗം ആ തോട്ടം ലക്ഷ്യമാക്കി നടന്നു, തോട്ടത്തിലേക്ക് കയറി ചെന്നു. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങളാ തോട്ടത്തിലന്ന് തനിച്ചാണ്. റസൂലുള്ള ഞാൻ ചെന്ന് നോക്കുമ്പോ വകാന സാജിദാ, അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ നിസ്കാരത്തിലാണ്, സുജൂദിൽ കിടക്കുകയാ. ഇപ്പോൾ ആ നിസ്കാരത്തിൽ നിന്ന് തല ഉയർത്തുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ കാത്തു നിന്നു. കുറച്ചേരം നിന്നു, തല ഉയർത്തുന്ന കാണുന്നില്ല. പിന്നെയും കുറച്ചുകൂടി നിന്നു, തല ഉയർത്തുന്ന കാണുന്നില്ല. സമയം കുറെ കഴിഞ്ഞു, റസൂലുള്ള സുജൂദിൽ തന്നെ കിടക്കുകയാണ്. എനിക്ക് പേടിയാവാൻ തുടങ്ങി. എനിക്ക് ഭയം വന്നു, ഞാനാകെ വെപ്രാളപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചു അന്ന റസൂലല്ലാഹ് ഖദ് ഖുബില ഫീ സുജൂദിഹി, അല്ലാഹുവിന്റെ റസൂലി സുജൂദിൽ വഫാത്തായോ റബ്ബേ. ഹബീബായ നബി തങ്ങൾ തല ഉയർത്തുന്നില്ലല്ലോ. എന്റെ നെഞ്ചിടിപ്പ് കൂടി വേപത് പൂണ്ട് ഞാൻ കരയാൻ തുടങ്ങി. അപ്പോഴാണ് റസൂലുള്ള സുജൂദിൽ നിന്ന് തല ഉയർത്തി
നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. ഞാൻ ചോദിച്ചു, നബിയേ ഇതെന്തൊരു സുജൂദാണ് യാ റസൂലല്ലാഹ്? ഇന്നി ലനന്തു അന്നക ഖുബിൽത ഫീ സുജൂദിക ലിതൂലി സുജൂദിക യാ റസൂലല്ലാഹ്. അങ്ങയുടെ സുജൂദിന്റെ ദൈർഘ്യം കണ്ട് ഞാൻ വിചാരിച്ചു പോയി സുജൂദിൽ നിങ്ങൾ വഫാത്തായെന്ന്. എത്ര നേരാണ് നിങ്ങൾ ഇന്ന് സുജൂദിൽ കിടന്ന് നബിയെ? നിങ്ങൾ ആലോചിക്കണം, ഒരു മനുഷ്യൻ എത്ര നേരം മുത്തുനബി ആ സുജൂദിൽ കിടന്നിട്ടുണ്ടാവും. ഇതെന്താ നബി എത്ര നേരമൊക്കെ? അപ്പോൾ പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്തത് ശുക്റൻ ലി റബ്ബി, എന്റെ റബ്ബിന് നന്ദിയായിട്ടാണ്. നബിയെ എന്തേ ഇപ്പോൾ പ്രത്യേകമായൊരു നന്ദി ചെയ്യാൻ? അപ്പോൾ പറഞ്ഞു, ഈ സുജൂദ് ഞാൻ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് അതാനി ജിബ്രീൽ, എന്റെ അടുത്തേക്ക് വന്നു മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നബിയെ അങ്ങയുടെ മേൽ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, ആ ചൊല്ലിയവന്റെ മേൽ അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലും നബിയേന്ന് കുറച്ച് മുമ്പ്, ഈ സുജൂദിന്റെയും ഒരൽപ്പം മുമ്പ് എന്നോട് വന്ന് പറഞ്ഞതാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്റെ മേൽ ഉമ്മത്തിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ചെല്ലിയോന്റെ മേൽ അള്ളാഹു 10 സ്വലാത്ത് ചൊല്ലും. അപ്പൊ ഞാൻ എന്റെ റബ്ബിന് ശുക്ർ ചെയ്യണ്ടേ? ആ ശുക്രിലായി കിടന്നതാണ്.